ഒരു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ഏതു മനോഭാവത്തോടെ ചെയ്യണമെന്ന് വചനം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യം. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. കടമ നിർവഹിച്ചതേ ഉള്ളൂ. കടമ, ചില കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. സ്വർഗം നമ്മളിൽ നിക്ഷേപിച്ച ദൗത്യങ്ങളുമായിട്ടാണ് ഓരോ ജീവിതവും പിറന്നു വീഴുക. ഞാനും നിങ്ങളും പിറന്നു വീഴുന്നത് ചില ദൗത്യങ്ങളുമായിട്ടാണ്. ഈ കടമകൾ നിർവഹിച്ച് കടന്നു പോവുക എന്നുള്ളതാണ്. ഇവിടെ കയ്യടിക്കോ, ഇവിടെ പ്രശംസയ്ക്കോ, സ്റ്റേജിൽ കയറ്റി കൺഗ്രാജുലേഷൻസ് എന്ന് പാടുന്നതിനോ ഒന്നും സ്കോപ്പില്ല. ജീവിതത്തിൻ്റെ മുറ്റത്ത് ദൈവവുമായി നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് ഇതാവണം: ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി എന്നത്. ദൈവമാണ് അതിന് മാർക്കിടുന്നത്. ദൈവമാണ് അത് നല്ലതാണോ അല്ലയോ എന്ന് പറയുന്നത്. മനുഷ്യർ പറയുന്ന നല്ല വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. അവരുടെ പ്രോത്സാഹനത്തിനും അവരുടെ അഭിനന്ദനത്തിനും നൈമിഷികമായ സ്വഭാവമേ ഉള്ളൂ. ഇന്ന് നല്ലത് എന്ന് പറഞ്ഞവർ നാളെ മോശമെന്ന് പറയും. ഇന്ന് കൊള്ളാമെന്ന് പറഞ്ഞ് കൈയടിച്ചവർ നാളെ അതേ കൈകൾ കൊണ്ട് തന്നെ കല്ലുകൾ വാരി നമ്മളിലേക്ക് എറിയും. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കണ്ട. സ്വർഗം നിന്നെ ഏൽപ്പിച്ച ദൗത്യം, കടമകൾ, ഓരോ നിമിഷവും ഒരപ്പൻ എന്ന വിധത്തിലുള്ള നിൻ്റെ കടമ, ഒരമ്മ എന്ന വിധത്തിലുള്ള നിൻ്റെ കടമ, ഒരു മകളെന്ന രീതിയിലുള്ള നിൻ്റെ കടമ, ജീവിതത്തിൽ നീ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ സ്വർഗം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യങ്ങൾ, ആ കടമ നിർവഹിച്ച് കടന്നു പോവുക. ഫലം തരുന്നത്, അംഗീകാരം തരുന്നത് സ്വർഗമാണ്. പ്രശംസ തരുന്നത് സ്വർഗമാണ്. കയ്യടി തരുന്നത് സ്വർഗമാണ്. സ്വർഗം കൈയടിക്കുന്നുണ്ടോ എന്നുള്ളതാവണം നിൻ്റെ വിഷയം. മനുഷ്യരെ നോക്കരുത്. സ്വർഗത്തിൻ്റെ മുഖം പ്രസന്നമാകട്ടെ. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ടാവട്ടെ. ആമേൻ.